അപ്പോൾ നമുക്കിന്ന് ഗോതമ്പിന്റെ നൂൽപുട്ടാണ്. സാധാരണ ഞങ്ങൾ അരി കൊണ്ട് ഇപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുമല്ലോ, പക്ഷെ ഇന്ന് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാം, നല്ല രസമാണ്. അപ്പോൾ അതും കടലക്കറിയാണ് ഇന്ന്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കടലക്കറി ഉണ്ടാക്കാം, പിന്നെ നമ്മളെ നൂൽപുട്ട് അങ്ങനെയാക്കാം. അപ്പോൾ എന്താ വെച്ചാൽ കടലക്കറി പിന്നെ കുറച്ച് വേവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും കർക്കിടക, അപ്പോൾ രാവിലെ അമ്മ രാമായണ വായനയിലാണ്. അപ്പോൾ അമ്മേൻ്റെ രാമായണ വായന എന്ന് കേട്ടിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് തുടങ്ങാം. എങ്കിലൊരു ദിനന്താചാരധീരാമൻ മംഗളലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്ങനാഥനാവന്യതൻ കേശവൻ മംഗളലീലമുണ്ടന്താപുരത്തിങ്കൽ മംഗളാകാത്തിയൻ ജാനകീതന്നോടും നീലോൽപലാതള ശ്യാമള വിഗ്രഹൻ നീലോൽപലാതളലോല വിലോചനൻ നീലോൽപലാപൻ നിരൂപമൻ നിർമ്മലൻ നീലാകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതാകരദേഹനായി രത്നതിമാസനം തന്മേലനാകുലം രത്നരത്നം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായ ദീകോമളൻ ബാലാനിശാകര ഭാരതശേരസൽ മാലയ പങ്കമലങ്കരിച്ചങ്ങനെ മാലാർക്ക സന്നിപ കൗസുഭാകന്ധരൻ പ്രാളയഭാനു സമാനയാ സമം ലീലയാ സാമൂല ചാർമണാരൈതനു ദേവം വിനോദിച്ചിരുന്നൂടും നേരം ആലോകനാർത്ഥം ഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്താചരചന്ദ്രതുല്യ ദേശസ്സുടും ശുദ്ധസ്ഫടിക ശങ്കാചാരീരനായി സത്വരാമരത്തിങ്ക നിന്നാളരാൽ തത്തയുവേകാലവേദരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദേനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാനി വീണാശു നമസ്കരിച്ചിടിനാൻ പാദാസനാഥ മനിജാർക്കപൂർവക മാതേന പൂജിതനായൊരു നാരദൻ അന്ന് യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം കൊണ്ടു നന്ദിച്ചു സാദരം അന്നം മുനിവരൻ തന്നോടരു ചെയ്തു വന്ദേ പദം കരുണാനിതേ സാമ്പ്രതം നാനാ വിഷയ സംഘം കൊണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനസന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാലിയാകും തവാപാദമങ്കേരുഖം കണ്ടുകൊള്ളുവാനതീ ദുർവന്നം നയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യപരോദയം കൊണ്ടുവാൻ മാനവകാശവും മന്ദിതു പുണ്ടരീകൽപ പുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ. എന്നാൽ ഇനി എന്തു കാര്യം എന്തും എന്നോരനൂചക വേണം ദയാനിതേ. എന്തൊരു കാര്യം നിരൂപിച്ചിടുന്നുണ്ട് സന്തോഷം ഉൾക്കൊണ്ടരുചയും വേണം. അന്നനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനെല്ലാമേ. ഇത്തമകർഞ്ഞ രഘുവരൻ തന്നോട് മുക്തകാസേനാമുനി വരനാകിയ നാരദേനും ഭക്തവത്സലനാമനു വീരനെ നോക്കി സരസാമരു ചെയ്തു എന്തിനെന്നെ മോഹിപ്പിച്ചതിനുനി സന്തതം രോഗാനുകാലികളായത് ചാരു ചാതുര്യമുള്ളൊരു വാക്കുകൾ ഇങ്ങനെ മാധുര്യമോട് വച്ചൊല്ലിയിടുന്നതിങ്ങനെ ഭക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് സമൂഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തരന്മാർക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതാ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കടല പാകത്തിനേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിച്ചിട്ട് കടലാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ആ ചേരുവകൾ നമുക്ക് കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നുറുക്കാം. ഓക്കെ, തോലൊക്കെ ചെത്തി കഴുകി എടുത്തതാണ്. പിന്നെ നമുക്ക് തക്കാളി അടുത്തതാണ്. പിന്നെ വലിയ ഉള്ളി, പിന്നെ അതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി ഉണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്. അതിങ്ങനെ നേരണ്ട് നുറുക്കി തന്നെ ഇടുകയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നുറുക്കി വെച്ചു. ഇനിയിപ്പോൾ അതും കൂടിയാണ് ചേർക്കാം. നമുക്ക് കുക്കറിലിടാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി, എല്ലാ പൊടികളും നേരത്തെ ഒന്നിച്ച് ചേർക്കുകയാണ്. പിന്നെ ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് അതവിടെ വേവട്ടെ. ഇത് പിന്നെ നമുക്ക് അതിലേക്ക് വറവിടാനുള്ളതാണ്. ചെറിയ ഉള്ളി അതൊന്നുകൊണ്ട് അരിഞ്ഞു വയ്ക്കാം.
പിന്നെ അത് വേവുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതാ ഗോതമ്പ് പൊടി അത് നമ്മൾ കുഴച്ചുകൊണ്ട് വെക്കാം, നമുക്ക് നൂൽപുട്ടിനുള്ളത്. അപ്പോൾ അതാ ഒരു 8 വിസിൽ കഴിഞ്ഞ ശേഷം ഇതാ ഇപ്പോൾ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്, വെള്ളം എല്ലാം പാകത്തിനാണ്. ഇനി ഇതാ നമുക്ക് തേങ്ങ അരച്ച് വാരുന്നുണ്ട്. നമ്മൾ വറുത്തിട്ടൊന്നുമല്ല, സാധാരണ പോലെ തന്നെ തേങ്ങ അരച്ച് അത് ചേർത്തു. ഇതാ നമ്മൾ കറിവേപ്പില അതൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ കടലക്കറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ നൂൽപുട്ട്, അതാണ് ഞാൻ അടുത്തത്. ഞാൻ നോക്കാം. നമുക്ക് ഇതാ നൂൽപുട്ട് ഈ ഒരു പാത്രത്തിൽ, ഇനിയിപ്പോൾ അതിലേക്ക് ഈ പാത്രത്തിൽ ഇതാ കുഴച്ച് വെച്ചത് ഞാൻ അതൊക്കെ ഒന്ന് പീച്ചെടുക്കണല്ലോ. അരി കൊണ്ടും രസമാണ്, അതുപോലെ ഗോതമ്പ് കൊണ്ടും അതെ. നൂൽപുട്ട് നമ്മൾ ചപ്പാത്തി അതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതും ഗോതമ്പിൻ്റെ നമ്മൾ നൂൽപുട്ട് അതിൻ്റെ രസമാണ് ഇടയ്ക്ക്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ലേശം തേങ്ങ ചെറിയ ഇത് അടിയിൽ ചേർത്ത് കൊടുക്കാം. ഇതാ ഇനിയിപ്പോൾ അത് കണ്ട് പീച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലി ആ ഒരു തട്ടിലേക്ക്, ഞങ്ങൾക്ക് പിന്നെ ചെറിയ പാത്രമാണല്ലോ ഇഡ്ഡലീൻ്റെ, അപ്പോൾ ചെറിയ നൂൽപുട്ട്. ഈ മുകളിലും കുറച്ച് തേങ്ങ നമുക്ക് ഏതായാലും അതും ചെറിയ ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഇനി ഇത് ആവിയേറ്റി എടുക്കുക, അതായത് വേവിച്ചെടുക്കുക. പിന്നെ എളുപ്പമുണ്ട്, എളുപ്പം വേവും. അതവിടെ വേവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഇതാ ഹോർലിക്സ്, ഇന്നിപ്പോൾ ഹോർലിക്സാണ്, ചായയല്ല രാവിലെ. അപ്പോൾ അത് ഹോർലിക്സ് അത് ഉണ്ടാക്കാം. ഇതാ ഇതിവിടെ വെന്തു നമ്മളെ നൂൽപുട്ട്. ഇനി ഒരു 2 തട്ട് 8 എണ്ണം അത് മതി ഞങ്ങൾക്ക്. അടിയിൽ തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട്, തേങ്ങ ഒരു വിധം ഇട്ടുകൊണ്ട് പെട്ടെന്ന് കിട്ടും ചെയ്യും. അടിയിലൊന്നും പെട്ടെന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും ചായ കഴിക്കാം. ഏതായാലും ഒക്കെ രണ്ടും റെഡിയായി. പിന്നെ നമ്മളിന്ന് ചായക്ക് പകരം, ഇന്നിപ്പോൾ ചായ അല്ല, ചായക്ക് പകരം ഹോർലിക്സ് ആണല്ലോ, അപ്പോൾ ഇനി ഏതായാലും കഴിക്കാം. ഇനിയിപ്പോൾ എന്താ അമ്മയ്ക്ക് കൊടുക്കാം. ചായ കഴിക്കായി. അമ്മയ്ക്ക് ഇതാ 4 ഞാനും കഴിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമുക്ക് നൂൽപുട്ടും കടലക്കറിയും പിന്നെ ഹോർലിക്സ്.
നല്ല ഉഗ്രനായിരുന്നു. ഗോതമ്പിൻ്റെ നൂൽപുട്ട്. ഇപ്പം കർക്കിടക മാസം കഴിയോളം രാവിലെ ചായ ഇല്ല, ഹോർലിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.